അല്ല സർ, ഒരു സംശയം. സാറിനെ എവിടെയോ കൂട്ടിക്കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലേക്കാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനൊരു കാര്യമുണ്ട്. നമുക്ക് എവിടെയൊക്കെ പോകണമെന്ന് ആദ്യം ഞാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നമ്മൾ എവിടെ പോകണമെന്ന്. കുഴപ്പമില്ല സർ, സാർ എന്നോട് പോണെങ്കിൽ എനിക്കിപ്പോ ഇത് തന്നെ ധാരാളം. ഓ സന്തോഷം. അല്ല, ഈ പ്രേമിക്കുന്നവർക്കൊക്കെ ചുറ്റി നടക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? ആയിരിക്കും സർ, പക്ഷെ ഞാൻ പ്രേമിക്കുന്നത് ഒരു സാധാരണ ആളിനല്ലല്ലോ. ഓ, സ്വന്തം ബിസിനസിന് തന്നെ 24 മണിക്കൂർ പോരാത്ത ആളിനെയാ. അതുകൊണ്ട് കറങ്ങലും ചുറ്റലും ഒക്കെ കുറച്ച് കഷ്ടം എന്റെ കാര്യത്തില്. ശരി ശരി, സമ്മതിച്ചു. ഏതായാലും കിട്ടുന്ന സമയത്തെങ്കിലും അല്പം ഒന്ന് സ്വാതന്ത്ര്യത്തോടെ കറങ്ങണമെങ്കിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കല്യാണം എന്ന ലൈസൻസ് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തൽക്കാലം വീട്ടിൽ നമ്മുടെ കാര്യം സംസാരിക്കുന്നതിനെ പറ്റി താൻ ചിന്തിക്കുക. വെറുതെ ചിന്തിച്ചാ പോരാ, എത്രയും പെട്ടെന്ന് അവരോടത് പറഞ്ഞ് അനുവാദം വാങ്ങിച്ചെടുക്കണം. എന്താ, നടക്കൂല അല്ലേ? നടക്കും സർ, ഞാൻ എത്രയും പെട്ടെന്ന് സംസാരിച്ച് ശരിയാക്കും. ഇപ്പോ അങ്ങോട്ട് ഇറങ്ങുക ഞാൻ. ഓക്കെ, see you then. ബൈ സർ. ബൈ. സോറി, സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? ബുദ്ധിമുട്ടായി. നമ്മൾ തമ്മിൽ കാണുന്നതിനാണ് ഓഫീസ്, പിന്നെന്തിനാ ഇവിടെ വന്നീ കാണുന്നതെന്ന് മനസ്സിലായില്ല. അതൊരു മാതിരി മറ്റേടത്തെ വർത്താന. ഓഫീസ് ടൈം കഴിയുന്നതുവരെ സാറിനെ ഞാൻ അവിടെ കാത്തു നിന്നു. കാണാതെ വന്നപ്പോഴാ ഈ സ്ഥലം തെരഞ്ഞെടുത്തത്. അതിന് സാറിനിപ്പോ ഓഫീസൊന്നും അല്ലല്ലോ വലുത്. ശരി ശരി, ന്യായമൊന്നും പറയണ്ട. യു കം ടു ദ പോയിന്റ്. എന്താണ് നമ്മുടെ സംസാര വിഷയം? വിഷയം പറയാം. അതിനു മുമ്പ് ഹാങ് ഓവറൊക്കെ കഴിഞ്ഞോ സാറിന്റെ? എന്ത് ഹാങ് ഓവർ? അല്ല, ഈ ചുറ്റിക്കറങ്ങലിന്റെ ഹാങ് ഓവറെ. അത് അപ്പൊ കണ്ടുപിടിച്ച് കളഞ്ഞു കൊച്ചു കള്ളൻ. കണ്ടുപിടിക്കും. ഡ്രൈവറിനെ കൂട്ടാതെ സാറ് പോയപ്പോഴേ എനിക്ക് തോന്നി പഞ്ചാരടിക്കാൻ പോയതാണെന്ന്. ഓ, അങ്ങനെ? അതെ, അങ്ങനെ തന്നെ. അല്ല, ഈ പ്രേമലഹരിയിൽ സാറിന് ഈ ആണ്ടും മാസമൊക്കെ ഓർമ്മയുണ്ടോ ആവോ? എന്തോർമ്മിക്കാൻ? ഇത് ജൂലൈ മാസമാണ്. യെസ്, ജൂലൈ 2021. ഇനി 3 മാസം കൂടി കഴിയുമ്പോ 20 വർഷം പൂർത്തിയാവും ഒരു കരാറിന്റെ. അറിയാം, മറന്നിട്ടില്ല ഞാനത്. എന്നാലേ മറക്കേണ്ടി വരും.
ആ പ്രോപ്പർട്ടി, വെയർഹൌസ്, രാജനന്ദിനി ആൻഡ് കമ്പനി ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് കരുതി മറക്കുന്നതാ ഇനി നിനക്ക് നല്ലത്. ഇത്രയും നാള് സംരക്ഷിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടു എന്നത് സത്യമാ. പക്ഷേ ഇപ്പതാ താൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നു. ഇനിയും രാജനന്ദിനിയുടെ ഓർമ്മയ്ക്കായി മാത്രം ആ വെയർഹൌസ് വച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ഫലം? മൂന്ന് മാസം കഴിഞ്ഞ അത് ഓട്ടോമാറ്റിക്കായി ജിഡിക്ക് സ്വന്തമാവും, അല്ലെങ്കിൽ അയാളുടെ ബ്രദറിന്. പിന്നെയും അത് നമ്മുടെ കൈവശം തുടരണമെങ്കിൽ ഗൗരിദാസിന്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ അയാളുടെ ബ്രദറിന്റെ പെർമിഷൻ. നീ എത്ര നിസ്സാരമായിട്ടാ പറയുന്നത് അത് സ്വപ്നമായിട്ട് മറക്കാൻ? നിസ്സാരമായിട്ടല്ല, നിന്റെ നല്ലതിനു വേണ്ടി. എന്ത് നല്ലതിനു വേണ്ടി? ശ്രീരാജാറാം, ആ പ്രോപ്പർട്ടി ഈ നിമിഷം വരെ എന്റേതാണ്. അതിനി അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. കാരണം അത് എനിക്ക് വെറും പ്രോപ്പർട്ടി അല്ല രാജാറാം. ഐ ലീവ്ഡ് എ ലൈഫ് ദർ. കറക്റ്റ്, സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പൊ വരെ അത് നിന്റേതാവുന്നുള്ളൂ. 3 മാസം കഴിയുമ്പോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് ജിഡിയുടേതാണ്. അയാളാണ് സ്വന്തം ബ്രദറിനെ വെച്ച് ഈ കളി കളിക്കുന്നത്. അതിന് ജിഡി മരിച്ചില്ലേ? തമാശ പറയണ്ട. നിന്റെ വെടിയേറ്റതും അയാൾ താഴെ വീണതും നേര്. പക്ഷേ ഒരുതരം പല്ലിയുടെ ജന്മം അയാളുടേത്. ആപത്ത് മണത്താൽ വാല് മുറിച്ചെറിഞ്ഞ് ഓടി ഒളിക്കും. അത് പക്ഷേ എല്ലാം അവസാനിപ്പിക്കാനല്ല, മറ്റൊരിടത്ത് വെച്ച് മറ്റൊരു തുടക്കമിടാന്. ജിഡി വീണ്ടും വരും. എപ്പോഴാണെന്ന് മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി. ഏതായാലും ഇപ്പോഴുള്ള ഈ പ്രോപ്പർട്ടി ഇനി ഒരിക്കലും അവൻ നിനക്ക് വിട്ടുതരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ വേദനിക്കുന്നത് കണ്ട് അവന് സന്തോഷിക്കണം. അതുകൊണ്ട് നീ അത് മറക്കുന്നതാ നമുക്ക് നല്ലത്. ഇരുപത് വർഷം കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി അയാളുടെ പേരിലേക്ക് പോകുന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കി. അതാണെന്ന് പറ്റിയ അബദ്ധം. അതെ, ഇനി അത് തിരിച്ചു പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും. ഏതായാലും എന്റെ അഭിപ്രായത്തിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പോ പുതിയൊരാൾ വന്നു കഴിഞ്ഞല്ലോ. ഇനിയും ആ പഴയ സ്ഥലവും പഴയ ഓർമ്മകളും എന്തിനാ? നിനക്കതൊക്കെ ഒന്ന് മറന്നൂടെ? ഇറ്റ്സ് ഇമ്പോസിബിൾ. എന്റെ ജീവിതത്തിൽ ശ്രീലക്ഷ്മി വന്നു എന്നുള്ളത് സത്യമാണ്. എന്നുവെച്ചാൽ പഴയതൊന്നും മറക്കാൻ പറ്റില്ല രവിവർമ്മ. അത് വേറെയാണ്, ഇത് വേറെയും. എന്തായാലും എന്റെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടിപ്പോ. ഞാൻ അതിനുള്ള പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. കണ്ടെത്തി ഞാൻ. നിനക്കെന്നെ വിശ്വസിക്കാം. ഇത്രയും വർഷം ശ്രമിച്ചിട്ടും നടക്കാത്തൊരു പരിഹാരം ഇനി വെറും 3 മാസം കൊണ്ട് എങ്ങനെ നടക്കാനാ? അല്ല, ഇതെല്ലാം ശ്രീലക്ഷ്മിക്ക് അറിയാമോ? പറഞ്ഞിട്ടുണ്ടോ നീ ഇതൊക്കെ? ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. ശ്രീലക്ഷ്മി അതിനെപ്പറ്റി പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. അവളെ സംബന്ധിച്ച് അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. മാത്രമല്ല, ഈ വിഷയങ്ങളൊന്നും ശ്രീലക്ഷ്മിയോട് സംസാരിച്ച് അവളെ വിഷമിപ്പിക്കാനും എനിക്ക് താല്പര്യമില്ല. ഏതായാലും ഞാനൊന്ന് അഡ്വക്കേറ്റോട് സംസാരിക്കട്ടെ. പിന്നെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതുപോലെ നാളെ രാമമൂർത്തിയോട് വീട്ടിലോട്ടൊന്ന് വരാൻ പറ. ഈ വിഷയം ഓഫീസിൽ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. ദേവി, ഉറപ്പിച്ചാണോ നീ പറയുന്നതൊക്കെ? ഉറപ്പിച്ചു. 100-ൽ 150% ഉറപ്പിച്ചു. ആ വീടും സ്ഥലവും എനിക്ക് മറക്കാൻ പറ്റില്ല രാജാറാം. അത് എന്ത് വില കൊടുത്തും എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ.
സ്വന്തമാക്കും ഞാൻ. കാരണം രാജനന്ദിനി രവിചന്ദ്രവർമ്മന്റെ ഭൂതകാലമാണ്. ഞാൻ എങ്ങനെ ഞാനായെന്നുള്ള ചരിത്രം അത് മറക്കാൻ എനിക്കാവില്ല. മറക്കാൻ പാടില്ല. ഞാൻ മറക്കില്ല, മരിച്ചാലും. ഈ അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ. എന്താണെന്ന് ഇന്ന് മാത്രം ഇത്ര താമസിക്കാൻ? ഏതായാലും ആള് വരട്ടെ. ഇന്ന് തന്നെ എന്റെ സാറിന്റെയും കാര്യം നേരിട്ട് സംസാരിക്കണം. തൽക്കാലം വരുന്നതിന് മുൻപ് അതൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? ആയിക്കളെ. ആ അച്ഛാ, ഒരു മിനിറ്റ്. അച്ഛൻ പറയാറില്ലേ സംസാരിക്കാൻ പേടി തോന്നുമ്പോ നമ്മള് മനസ്സിൽ നിന്ന് വേണം സംസാരിക്കാനെന്ന്? എനിക്കിപ്പോ മനസ്സിൽ നിന്ന് ഒരു കാര്യം അച്ഛനോട് പറയാനുണ്ട്. അതെങ്ങനെ പറയണമെന്നായിരുന്നു എനിക്കിതുവരെയുള്ള വിഷമം. അതിപ്പോ മാറി. എപ്പോഴോ മുതല് എന്റെ മനസ്സിൽ ഒരാള് കയറിക്കൂടി അച്ഛാ. എപ്പോഴാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും പറയാം. ഞാൻ രവിവർമ്മൻ സാറിനെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. സാറിന് എന്നെ ഭയങ്കര ഇഷ്ടാച്ചാ. ഞങ്ങള് രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന വിശ്വാസം എനിക്കുണ്ട്. അച്ഛനും ഇതിന് സമ്മതിക്കണമെന്നാ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. പ്ലീസ്. ഓ, ഇത്രയുള്ളോ? അപ്പോ ഞാനെല്ലാം പറഞ്ഞല്ലോ. കൃഷ്ണ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് പോലും എടുത്തില്ല. അത്ര സിമ്പിളായിരുന്നു കാര്യം. കഷ്ടം. ഇത്രയും പറയാൻ എന്നെ എത്ര മാത്രം ചിന്തിച്ച് പൊട്ടിപ്പെണ്ണ എന്നെ. ആരേടി നീ വഴക്ക് പറയുന്നേ? ഏയ് ആരുമില്ലമ്മേ, ഞാൻ വെറുതെ. ആ അച്ഛൻ വന്നു തോന്നുന്നു, നോക്കട്ടെ. ഈ അച്ഛൻ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. ഇതെന്താ തുണിക്കടയിൽ ഇത്ര നേരം ചെയ്യാൻ? എടി ശ്രീ, സത്യം പറ, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ലമ്മേ. എന്തു വെച്ചാൻ? ആ അച്ഛൻ വന്നു തോന്നുന്നു. ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. എന്തോന്നാടി പെണ്ണെ ഇതൊക്കെ? പണ്ട് സ്കൂളിൽ പഠിക്കും പോലുള്ള സ്വഭാവമാണല്ലോ. അന്നും ഇതുപോലായിരുന്നു. എവിടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോ അച്ഛൻ വന്നേ അച്ഛൻ വന്നേ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം. സത്യം പറ ശ്രീ, നീ ഇന്ന് അച്ഛന്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞോ? എന്തെങ്കിലും സ്പെഷ്യൽ സാധനം, വല്ല ജിലേബി എള്ളുണ്ടയോ മറ്റോ? അമ്മ എന്തായി പറയുന്നേ? അച്ഛൻ പൊതിഞ്ഞുകൊണ്ടുവരുന്ന പലഹാരം കാത്തിരിക്കാൻ ഞാൻ എന്റെ കൊച്ചുകുട്ടിയാണോ?
ആ അതാ ഞാനും ചോദിക്കുന്നേ. കൊറേ നേരായി നിന്റെ കാല് നിലത്തുറക്കുന്നില്ല. എന്തു പറ്റി നിനക്ക്? ഞാൻ നിലത്ത് തന്നെയാ നിക്കുന്നേ. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഓ, ഒരു തോന്നലും ഇല്ല. നീ വെറുതെ തർക്കിക്കാതെ കാര്യം പറ ശ്രീലക്ഷ്മി. ഇതാരപ്പ എന്നെ വിളിക്കാൻ? അല്ല, ശ്രീയുടെ അച്ഛനാണല്ലോ. ആ പറയും മനുഷ്യ, എന്താ ഒരു ഫോണിൽ വിളി? ഇന്ന് വീട്ടിൽ വരില്ലേ? അതെന്താ, സ്റ്റോക്ക് വരാനുണ്ടെന്നോ? ആ ശരി ശരി, അല്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല. നിങ്ങളിങ്ങ് വരാൻ നോക്ക്. ആ അതെന്താന്ന് വെച്ച് സൗകര്യം പോലെ ചെയ്താ മതി. പറ്റിയാണെങ്കിൽ ഓട്ടോ പിടിച്ചെങ്കിലും വരാൻ നോക്കണം. മാനത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ആ ശരി ശരി, ഫോൺ വെച്ചോ. എന്തു പറ്റിയമ്മേ? കടയില് സ്റ്റോക്ക് വരാനുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ലാന്ന്. ലേറ്റ് ആവുകയാണെങ്കിലേ ഇന്ന് വീട്ടിൽ വരില്ലാന്ന്. എന്ത് കഷ്ടാ നോക്കിയേ. അമ്മ അച്ഛനോട് പറ വീട്ടിൽ വരാൻ. സ്റ്റോക്ക് വരുമ്പോ അവര് വിളിക്കട്ടെ, അപ്പൊ പോയാ മതിയല്ലോ. ഓ, അത് ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാം. നീ പോയി ആ ഉണങ്ങാനിട്ട് തുണിയൊക്കെ എടുത്തോണ്ട് വരാൻ നോക്ക്. നല്ല മഴക്കോളുണ്ട്. ചെല്ലങ്ങോട്ട്. എന്റെ ദൈവമേ, എന്ത് ദുരന്താണെന്ന് നോക്ക്. ഈ രാജ്യത്ത് പ്രേമിക്കുന്നവർക്ക് ഇത്ര കഷ്ടപ്പെടാൻ ഓർത്തില്ല. ഇവിടെയാണെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ ഉടനെ വീട്ടുകാരപ്പ അത് കണ്ടുപിടിച്ചിരിക്കും. പ്രത്യേകിച്ച് അമ്മമാര്. ഭയങ്കര സാധനങ്ങൾ തന്നെ. ഇന്ന് അച്ഛനോട് പറയാൻ നല്ല ധൈര്യം സംഭരിച്ചതായിരുന്നു. അപ്പൊ ദേ അച്ഛൻ വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അച്ഛനിനി നാളെ വരുമ്പോഴേ പറയാൻ പറ്റൂ. കറക്റ്റ്. അച്ഛൻ ഇനി എന്റെ മുമ്പിൽ എപ്പോ വന്നു നിന്നാലും ഞാൻ പറയും ഇക്കാര്യം. ഇപ്പൊ എനിക്കിത് പറയാൻ നല്ല ധൈര്യമുണ്ട്. രവിവർമ്മൻ സാറാ എനിക്ക് ധൈര്യം തന്നത്. പക്ഷെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയാലോ? ഇപ്പൊ എന്ത് ചെയ്യാന്നറിയാലോ. ഈ സാറിനത് എന്തു പറ്റി? നോട്ട് റീച്ചബിൾ ആണല്ലോ. എപ്പോ ഒരു അത്യാവശ്യത്തിന് വിളിച്ചാലും ഇത് തന്നെയാ പ്രശ്നം. ശ്രീ, നീ തുണിയെടുത്തോ? ഇനിയിപ്പോ ഇത് തന്നെ പണി. എന്റെ ദൈവങ്ങളെ, ഒരു പുരുഷന് മനസ്സ് കൊടുത്തു കഴിഞ്ഞ പെണ്ണ ചതിക്കരുത്. കൂടെ നിന്ന് സഹായിക്കണം. രാജ്നന്ദിനി. ഞാനിന്ന് കണ്ടത് രാജ്നന്ദിനിയുടെ ഒപ്പായിരുന്നു. രവിവർമ്മൻ സാറിന്റെ ആദ്യ ഭാര്യയുടെ ഒപ്പ്.